എക്സിറ്റ് പോളുകൾ LDFന് വിധിയെഴുതിയ ബാലുശ്ശേരി മണ്ഡലം എല്ലാ കണക്ക് കൂട്ടലുകളെയും അസ്ഥാനത്താക്കി UDF VT സൂരജ് എന്ന യുവ പോരാളിയിലൂടെ പിടിച്ചെടുത്തു. 1977 ശേഷം LDFന് തീരെഴുതിയ മണ്ഡലത്തിലെ തോൽവി LDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബഹുദൂരം മുന്നിലെത്തിയ LDF സ്ഥാനാർത്ഥി KM സച്ചിൻ ദേവിന്റെ എതിരാളി ആരെന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലായിരുന്നു UDFിലെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് KSU ജില്ലാ പ്രസിഡന്റ് കൂടിയായ VT സൂരജ് എന്ന യുവ പോരാളിയുടെ രംഗപ്രവേശം. പിന്നീട് അങ്ങോട്ട് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കയ്യും മെയ്യും മറന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഏതു വിധേനയും മണ്ഡലം പിടിക്കണമെന്ന പ്രവർത്തകരുടെ ആവേശവും കൂടി ചേർന്നപ്പോൾ UDFന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിച്ചു. ഫലപ്രഖ്യാപനം വരെ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെയും വാർഡുകളിലെയും ഇടതു വോട്ടുകളെ തലനാരിഴ കീറിമുറിച്ചുള്ള കണക്കുകൂട്ടലുകളുടെ റിപ്പോർട്ടുകളാണ് KM സച്ചിൻ ദേവ് വിജയിക്കുമെന്ന LDFന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന്റെ കണക്കിനൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം കൂട്ടിച്ചേർത്ത് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന UDFന്റെ കണക്കുകൂട്ടൽ ഫലം കണ്ടു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും മണ്ഡലത്തിലെ ഉന്നതികളിലെ UDF അനുകൂല നിലപാടും ഇത്തവണ VT സൂരജിന്റെ വിജയത്തിന് ആക്കം കൂട്ടിയതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. AC ഷൺമുഖദാസ് 7 തവണ ഇടതുപക്ഷക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണിത്. 2006 AK ശശീന്ദ്രൻ 1 തവണയും ഇവിടെ നിന്നും വിജയിച്ചു. 2011 മുതൽ പട്ടികജാതി സംവരണമായതോടെ മണ്ഡലം CPM ഏറ്റെടുത്തു. 2 തവണ LDFന്റെ പുരുഷൻ കടലുണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ KM സച്ചിൻ ദേവ് 20,237 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ ധർമ്മജൻ ബോൾഗാട്ടിയെ പരാജയപ്പെടുത്തിയത്. LDFന് ഇത്രയും അടിത്തറയുള്ള ബാലികേറ മല എന്ന് വിശേഷിപ്പിക്കാറുള്ള മണ്ഡലമാണ് VT സൂരജിലൂടെ 16,980 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള നീലിറ്റ്